واسع الكرم نور إله السماء قلب الغريب كما نورت قلب إمام الناس غزالي يا رب أعطنا علما وفهما كما أعطيت يا ربنا لشيخ غزالي يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا واجعل معونتك الحسنى لنا مددا. നമ്മുടെ ഈ പരിപാടിക്ക് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സാഹിബ് അവറുകൾ, നമുക്ക് ഈ സദസ്സിന് സ്വാഗതം ആശംസിച്ച സഫ്വാൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ ജമാഅത്തിന്റെ അമരക്കാരൻ പ്രസിഡന്റ് എ.ബി. ഷാഫി അവറുകൾ, നമുക്കിവിടെ ദുആ കൊണ്ട് തുടക്കം കുറിച്ച ബഹുമാനപ്പെട്ട ഷൗക്കത്ത് അലി ഉസ്താദ് അൻവരി അവറുകൾ, നമുക്കൊരു സാരോപദേശം നൽകിയ അമറുദ്ദീൻ ഫൈസി ഉസ്താദ് അവറുകളെ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മുബാറക് മൗലവി ഉസ്താദ്, മറ്റ് നമ്മുടെ ഈ ജമാഅത്തിൻ്റെയും നമ്മുടെ ഈ സംഘടനയുടെയും പ്രവർത്തകർ, അഭ്യുദയകാംക്ഷികൾ, അതിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, പ്രോഗ്രാമിൻ്റെ ചെയർമാൻ, കൺവീനർ, അതിലെല്ലാം ഉപരി ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ പാരാപാരം പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ മജ്‌ലിസിൽ സന്നിധാനം വഹിക്കുന്ന ഒരുമിച്ച് കൂടിയ നല്ലവരായ ദീനീ സ്നേഹികളെ, സ്നേഹമുള്ള ഉമ്മപെങ്ങന്മാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന നമ്മെ ഏവരെയും ഇതേപോലെ സ്വർഗ്ഗത്തിൽ അർശിന്റെ തണൽ അല്ലാഹു കൊണ്ടിരുത്തുമാറാകട്ടെ. നമ്മുടെ മുഴുവൻ പേരുടെയും പാവങ്ങൾ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മാനസികമായ, ശാരീരികമായ എന്തെല്ലാം രോഗങ്ങളുള്ളവർ ഈ മജ്‌ലിസിലുണ്ടോ, അല്ലാഹുവേ നിന്റെ ഖുദ്റത്ത് കൊണ്ട്, അല്ലാഹുവേ നിന്റെ ഫള് കൊണ്ട് നീ പരിപൂർണമായി ശിഫ നൽകി, കാമിലായ വാഫിറായ ശിഫ നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകുകയും ആ ആയുസ് നിനക്ക് വേണ്ടി ചെലവ് ചെയ്യാനുള്ള ഭാഗ്യം നൽകുകയും ചെയ്യണമേ റബ്ബേ. നിന്ന് നമസ്കരിക്കാൻ, അതിനുള്ള കാലുവേദന, മുട്ടുവേദന, ഊരവേദനയൊക്കെ മാറ്റി ആഫിയത്തോടുകൂടി നിന്ന് സന്തോഷത്തോടുകൂടി നമസ്കരിക്കാൻ, ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയം അല്ലാഹുമ്മ ജഅൽ ഖൈറ അഅമാലിനാ ആഖിറഹു വഖൈറ അഅമാലിനാ ഖവാതിമഹു വഖൈറ അയ്യാമിനാ യൗമ നൽഖാക ഫീ. അല്ലാഹുവേ നിന്നെ അവസാനം ഈ ലോകത്ത് ഞങ്ങൾ വിട പറയുമ്പോൾ, കണ്ടുമുട്ടുമ്പോൾ നിന്നെ കണ്ടുകൊണ്ട് മരിക്കാനുള്ള ഒരു ഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നസീബാക്കണേ പടച്ചവനെ. കലിമ ചൊല്ലി സന്തോഷത്തോടെ ഒരു വെള്ളിയാഴ്ച രാവിലോ അതിൻ്റെ പകലിലോ ഒതുവോടുകൂടി നല്ല ഒരു മരണം ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാഹ്. അതിനെ ഈ മജ്‌ലിസിനെ നീ സബബാക്കണേ പടച്ചവനെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമുക്കിന്നിവിടെ ഭാഷണത്തിന് വേണ്ടി നമ്മുടെ ബാദിഷാ സാഹിബ് സംഘാടകർ പറഞ്ഞത് ഖബറിന്റെ ശിക്ഷയും അതിൻ്റെ രക്ഷയും, ഖബറിന്റെ ശിക്ഷയും അതിൻ്റെ രക്ഷയും നമ്മളെല്ലാവരും കൂടുതൽ മറന്നുപോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലതാണ് നമ്മൾ മറന്നുപോകും. കാരണം നമ്മൾ ഇഷ്ടപ്പെടില്ല ഇത് കേൾക്കാൻ. ഈ പേടിക്കുന്ന സംഭവങ്ങൾ ഇഷ്ടപ്പെടില്ല. സുഖിപ്പിക്കുന്ന സംഭവങ്ങളാണെങ്കിൽ നമുക്ക് വലിയ ഇഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വയുഖൗരിഫുകുമുല്ലാഹ് എന്ന് പറഞ്ഞത് അല്ലാഹ് നിങ്ങളെ പേടിപ്പിക്കുകയാണെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിന്റെ വാക്കും പറയുന്നു. നരകത്തെ കുറിച്ച് എവിടെ പറഞ്ഞിട്ടുണ്ടോ തൊട്ടടുത്ത് സ്വർഗത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്.
നമ്മളവിടെ കുട്ടിക്ക് ഒരു അടി കൊടുത്തു, നമ്മുടെ ഒരു കുട്ടിക്ക് ഒരു അടി കൊടുത്തു, പറഞ്ഞിട്ട് അനുസരിച്ചില്ല. നമ്മുടെ കുട്ടിയാണ് നമ്മുടെ കിടായാണ്, നല്ലൊരു അടി കൊടുത്തു. അവന്റെ കരച്ചിൽ കാണുമ്പോൾ ഉപ്പാക്ക് തന്നെ വിഷമം. പെട്ടെന്ന് തന്നെ അടിച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ട് പറയും, ഇവിടെ മോനെ നീ പറയുന്ന കേൾക്കണം, ഒപ്പിച്ച പറയുന്ന കേൾക്കണം, നീ എന്താ അനുസരിക്കാത്തത്, അത് വാങ്ങിത്തര, ഇത് വാങ്ങിത്തര, സന്തോഷിക്കും. ആദ്യം കൊടുക്കേണ്ട അടി കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം അല്ലാഹു നരകത്തിന്റെ ഭയാനകതകളെ കുറിച്ചല്ല ഇങ്ങനെ നമ്മൾ പറയും. അവസാനം വിഷമിച്ച് ഇങ്ങനെ കണ്ണുനീര് ഒലിപ്പിക്കുമ്പോൾ സ്വർഗത്തെ കുറിച്ച് അല്ലാഹു തആല തൊട്ട് പറയാം. നമ്മളെ സന്തോഷിപ്പിക്കാൻ നമുക്കൊരു ഓഫർ തരികയാണ് അല്ലാഹു തആല. നമുക്കിപ്പോ ഇവിടെ 50% ഓഫർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കൂടി ചാടിപ്പിടിച്ച് അവിടെ പോയി തിരുവനന്തപുരത്തൊക്കെ പല പല മാളുകളിൽ ഓഫറാണ്. ഭയങ്കര ബ്ലോക്കാണ്. 50% മിഡ് നൈറ്റ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഓടില്ല. അപ്പൊ അല്ലാഹു നമുക്ക് ഓഫർ തരുന്നു, സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള വഴി എന്താണ്. എന്തായാലും നമ്മളെല്ലാവരും ഒരിക്കൽ മരിച്ച് കബറിൽ പോകും, അത് ഉറപ്പാണ്. പക്ഷെ ആ കബറിൽ നമ്മൾ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്ത് കബറിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ അതിനുള്ള വഴി എന്താണ്, അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ഖബറിൽ നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ഒരു വഴി, ഒരു സൂറത്ത്, അതാണ് നമ്മുടെ ബാദിഷാ സാഹിബ് സൂറത്തുൽ മുൽക്കിനെ കുറിച്ച് പറയണം. എവിടെയും ഒരു ശിക്ഷയുണ്ടെങ്കിൽ അതിന് രക്ഷാ വഴിയും അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. ഒരു രോഗം ഉണ്ടെങ്കിൽ അതിന് മരുന്നിട്ടുണ്ട്. പ്രതിവിധിയില്ലാത്ത ഒരു രോഗം അല്ലാഹു ഇറക്കിയിട്ടേ ഇല്ല. അപ്പൊ അതുകൊണ്ട് രോഗത്തിന് പരിഹാരമുള്ളതുപോലെ ശിക്ഷയ്ക്ക് പരിഹാരം, രക്ഷായ അതിന്റെ കവാടമുണ്ട്. അതെങ്ങനെയാണ്, എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ മജ്‌ലിസിൽ പറയുന്നത്. നല്ലപോലെ കേട്ട് ഞാനടക്കം നിങ്ങളടക്കം അത് മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മളെ ഒരു പുലി ഇറങ്ങിയപ്പോൾ പേടിച്ചു. പുലി പിടിച്ചാൽ നമ്മളെ കടിച്ച് തിന്നും, നമ്മൾ ഈ ലോകത്തൊന്ന് മരിച്ചു പോകും. പടച്ചവനെ നമ്മളാകെ മൊത്തത്തിൽ പേടിക്കുന്നു. പൂച്ചയെ കണ്ടാലും പുലിയാണോ എന്ന് സംശയം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അള്ളാഹു നമ്മളെ പേടിപ്പിക്കാം. അപ്പൊ നമുക്കൊരു പേടിയുണ്ടല്ലോ, ഒരു പേടി. എന്തായാലും നമ്മൾ പിടിച്ചാൽ നമ്മൾ മരിച്ചു പോകും, ഇതൊക്കെ കളഞ്ഞിട്ട് പോകണം. ഇനി പുലി പിടിച്ചാലും പിടിച്ചില്ലല്ലോ മലക്കുൽ മൗത്ത് നമ്മളെ ഒന്ന് പിടിക്കും, അത് ഉറപ്പായ കാര്യമാണ്. മലക്കുൽ മൗത്ത് നമ്മളെ വന്ന് പിടിക്കും. ആളുകൾ അറിയുന്നില്ല, എല്ലാ ദിവസവും മലക്കുൽ മൗത്ത്, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എല്ലാ ദിവസവും മലക്കുൽ മൗത്ത് നമ്മുടെ വീടിന്റെ വാതിൽക്കൽ വന്നു നിന്ന് അയ്യുഹന്നാസ് അർറഹീം അർറഹീം അർറഹീം, എല്ലാ ദിവസവും മലക്കുൽ മൗത്ത് വീടിന്റെ വാതിൽക്കൽ ഉമ്മറപ്പടിയിൽ തട്ടി വിളിച്ചിട്ട് പറയുമത്രേ, ഏ മനുഷ്യ, ഉറങ്ങിക്കിടക്കുന്നവരെ, ഫേസ്ബുക്കിൽ കളിക്കുന്നവരെ, വാട്സാപ്പിൽ കളിക്കുന്നവരെ, നമസ്കാരമില്ലാതെ പടച്ചവനെ മറന്ന് ജീവിക്കുന്ന മനുഷ്യ മക്കളെ, അർറഹീം അർറഹീം അർറഹീം, ഇതാ നിനക്ക് വേണ്ടിയുള്ള യാത്ര, അതിനുള്ള തയ്യാറെടുപ്പ്, അതിനുള്ള വാഹനം തയ്യാറാണ്. അതിലേക്ക് നീ കയറണേ, ആ യാത്രയ്ക്ക് നീ ഒരുങ്ങണേ എന്ന് മലക്കുൽ മൗത്ത് വന്ന് വിളിച്ചു പറയുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. വാതിൽക്കൽ തട്ടിയിട്ട് വിളിച്ചു പറയും, ആരത് ചിന്തിക്കുക, ആരതറിയുന്നുണ്ട്. ഒരു യാത്രയ്ക്ക് ഒരു തയ്യാറെടുപ്പ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാ പോവാ? മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പോയി കിടക്കുന്ന സ്ഥലം 6 അടി മണ്ണിന്റെ ഇരുണ്ട തുരുത്താണ്. അത് ഒറ്റപ്പെട്ട സ്ഥലമാണ്. അത് ഒറ്റയ്ക്ക് അവിടെ കിടക്കണം, ഒറ്റയ്ക്കാണ് അവിടെ കഴിയേണ്ടത്. ആരും അവിടെ സഹായിക്കാനില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളെ അഭിസംബോധന ചെയ്ത് ഒരു ഉഗ്ര പ്രഭാഷണം നടത്തുകയായി. കൂട്ടത്തിൽ ബഹുമാന്യനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുൻനിരയിലുണ്ട്, ഒന്നാമത്തെ സഫിലുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഇതാ പ്രഭാഷണം നടത്തുകയാണ്. ജനങ്ങളെ, ഇന്ന ബൈന യദയിൽ ഖൽഖി 5 അഖബാത്ത്, ജനങ്ങളെ, നിങ്ങൾക്ക് നാളെ രക്ഷപ്പെടണമെങ്കിൽ 5 കടമ്പകൾ കടക്കണം കേട്ടോ. ആഖിറത്തിൽ നിങ്ങൾക്ക് രക്ഷ വേണമോ? പാരത്രിക ജീവിതം നിങ്ങൾക്ക് സുഗമമാകണോ? 5 കടമ്പകൾ നിങ്ങളെ കടക്കാതെ നിങ്ങളെ കൊണ്ട് സാധിക്കൂല. അത് കടക്കുന്നവർ വലിയ ത്യാഗം സഹിച്ചാലല്ലാതെ ആ കടമ്പകൾ കടക്കാൻ കഴിയൂല. ലാ യഖതഉഹാ കുല്ലു ളാമിരിൻ വ മഹ്സൂൻ. ആഖിറത്തെ കുറിച്ച് ഭയപ്പെട്ട
മരണപ്പെട്ടവൻ ആഖിറത്തെ കുറിച്ച് ഓർക്കുന്നവൻ ഖബറിനെ കുറിച്ച് ചിന്തിച്ച് നെഞ്ചത്ത് ശരീരമാസകലം ക്ഷീണിച്ചു പോയവരാണ്. അത് കടമ്പകൾ കിടക്കുക എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് ചോദിക്കുകയാണ്, മാഹിയ യാ റസൂലല്ലാഹ്, നബിയേ അതേത് കടമ്പയാണ് ഹബീബേ, അതേതാണ് നബിയേ, അറിയിച്ചു തരുമോ ഹബീബേ, അഖ്ബിർനാ, ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു അറിവ് നൽകണേ ഹബീബേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയായി, അവ്വലുഹാ, ഒന്നാമത്തെ കടമ്പ എന്ന് പറഞ്ഞാൽ അൽ മൗതു വശിദ്ദതുഹു വഗുസ്സതുഹു, മരണമാണ് പ്രശ്നം, മരണമാണ് പ്രശ്നം. അബൂബക്കറെ, ഒന്നാമത്തെ കടമ്പ എന്ന് പറയുന്നത് മരണമാണ്. ആ മരണത്തിന്റെ ഭയാനകതയാണ്, ആ മരണത്തിന്റെ വേദനയാണ്, ആ മരണത്തിന്റെ ബുദ്ധിമുട്ടാണ്. മരിക്കാൻ കിടക്കുന്ന ഒരു സഹോദരൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറയും മുമ്പേ അവൻ കിടക്കുന്ന ആരുടെ മണ്ണ് അത് സ്വർഗമാണോ നരകമാണോ, ഇത് രണ്ടാലൊന്നും അറിയിച്ചു കൊടുക്കാതെ ഒരാളും ഈ ലോകത്ത് നിന്ന് മരിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി ലൻ യഖ്റുജ അഹദുകും മിനദ് ദുനിയാ ഹത്താ യറാ ഐന മഖഅദഹു മിനൽ ജന്നതി വന്നാർ. ഒരാളും ഈ ദുനിയാവിൽ നിന്ന് പിരിയുകയില്ല, ദുനിയാവിൽ നിന്ന് വിട പറയുകയില്ല. ഹത്താ യറാ മഖഅദഹു, അവൻ നാളെ കിടക്കാൻ പോകുന്ന സ്ഥലമുണ്ടല്ലോ, ആ ഖബറിന്റെ അന്തരത്തിന്, ഖബറിന്റെ ഇരുണ്ട തുരുത്തിൽ അവൻ കിടക്കുമ്പോ അമിനൽ ജന്ന അവിന്നാർ, അത് സ്വർഗമാണോ അത് നരകമാണോ, ഇത് രണ്ടാലൊന്ന് ഈ ദുനിയാവിൽ വെച്ച് മരിക്കാൻ കിടക്കുന്ന വ്യക്തിക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തിട്ടല്ലാതെ ലാ യഖ്റുജു അഹദുകും മിനദ് ദുനിയാ, നിങ്ങളിൽ ഒരാളും ഈ ദുനിയാവിൽ നിന്ന് പുറപ്പെടുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടിരിക്കും കേട്ടോ. നല്ല മരണമാണെങ്കിൽ അവൻ സ്വർഗ്ഗത്തിലേക്കാണ് അവന്റെ യാത്രയെങ്കിൽ അവൻ സന്തോഷത്തോടുകൂടി കണ്ണീരണിഞ്ഞുകൊണ്ട് അവൻ ഇതാ സ്വർഗ്ഗമേ, ഖബറേ നിന്നെ ഞാൻ മാടി വിളിക്കുകയാ, ഖബറേ നിന്നെ ഞാൻ മാടി വിളിക്കുകയാണ്. പെട്ടെന്ന് അവൻ വിളിച്ചു പറയുകയാണ്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകണേ, വേഗം കൊണ്ടുപോകണേ. ആ ഖബറിനെ അവൻ കാണുകയാണ്. ഖബറും ഈ മനുഷ്യനുമായ ഒരു കണക്റ്റാണ്, ഖബറും ഈ മനുഷ്യനുമായ ഒരു ലിങ്ക. ഈ ഖബറിലേക്ക് നോക്കുമ്പോ ആ ഖബറിനെ വിളിച്ചു പറയുകയാണ്, അഹിലം വസഹില, അഹിലം വസഹില, കടന്നു വരണേ, നിനക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്, എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്, നിനക്ക് വേണ്ട എല്ലാ നിഅമത്തുകളും അനുഗ്രഹങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്, കടന്നു വരണേ എന്ന് ആ ഖബർ ഈ മയ്യത്തിനെ നോക്കി മാടി വിളിക്കുമ്പോ ഈ മയ്യത്ത് വിളിച്ചു പറയുന്നു, ഖദ്ദിമൂനി, ഒന്ന് വേഗത്തിൽ ഒന്ന് കൊണ്ടുപോകണേ, ഒന്ന് വേഗത്തിൽ ഒന്ന് കൊണ്ടുപോകണേ. മറിച്ച് ആ മനുഷ്യൻ അവിശ്വാസിയാണ്, നരകത്തിലേക്കാണ് അവന്റെ യാത്ര. സാലിഹല്ലാത്ത ഒരു മനുഷ്യനാണ് ആ മരിക്കാൻ കിടക്കുന്നതെങ്കിൽ അല്ലാഹുവിനെ അനുസരിക്കാതെ ദുനിയാവിൽ ജീവിച്ചു പോയവനാണ്, അവന്റെ അന്ത്യം വളരെ മോശമായിരിക്കും. അവനെ ഖബർ വിളിച്ചു പറയുകയാണ്, ലാ അഹ്ല വലാ സഹ്ല വലാ മർഹബാ, ഇങ്ങോട്ട് നീ വരണ്ട കേട്ടോ, ഇവിടെ നിനക്ക് പുഴുക്കളാണ്, പാമ്പുകളാണ്, ഇവിടെ നിനക്ക് വല്ലാത്ത ഹിംസജീവികളെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് നീ എന്ത് സമ്മാനവുമായിട്ടാണ് കടന്നു വരിക? ഈ പാമ്പുകളെ നിനക്ക് വേണ്ടി ഈ ദുനിയാവിൽ ജീവിച്ച് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനം ചെയ്തതിന്റെ പേരിൽ ഈ ഖബറിലേക്ക് വരുന്ന നിന്നെ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് പാമ്പുകളാണ് കേട്ടോ. ഇതവനെ കാണിച്ചു കൊടുക്കാതെ ഒരാളും മരിക്കൂല. അപ്പോഴവൻ പറയുന്ന വാക്കുണ്ട് കേട്ടോ, അഖിറൂനി, എന്നെ കൊണ്ടുപോകരുതേ, എന്നെ കൊണ്ടുപോകരുതേ, എന്നെ എന്റെ വീട്ടിലേക്ക് മടക്കണേ. ഇദാ ഹുമില അലൽ ലഅന, ഇദാ ഹുമില അലൽ ലഅന,
ആ മയ്യത്ത് വീട്ടിൽ നിന്നും പുറത്തേക്ക് എടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് അവ്വൽ ജമാഅത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. തോളിലേക്ക് വെച്ച് കൊണ്ടുപോകുമ്പോ ഫൈനാനത്ത് ഗൈറ സാലിഹ, സാലിഹല്ലാത്ത ഒരു മയ്യത്താണ് ആ സന്തൂക്കിൽ കിടക്കുന്നതെങ്കിൽ ആ സന്തൂക്കിൽ കിടക്കുന്ന മയ്യത്ത് വിളിച്ചു പറയുമത്രേ, യാ വൈലഹും ഐന തദ്ഹബൂന ബിഹാ, നാശം പിടിച്ചവരെ, നാശം പിടിച്ചവരെ, നിങ്ങൾക്ക് നാശമാണ്, നാശമാണ്, ശാപമാ, എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്, കൊണ്ടുപോകരുത്, എന്നെ കൊണ്ടുപോകരുത്, അഖിറൂനി അഖിറൂനി, എന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണേ എന്ന് വിളിച്ചു പറയപ്പെടുമെന്ന് ഹബീബായ ശഫീആയ റസൂലുള്ളാഹി. അതുകൊണ്ട്